നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ പ്രിയപ്പെട്ട ഇസ്മായിൽ ഉസ്താദ് ഓതിവെച്ച ഒരു ഹദീസ്, കുൻ ആലിമൻ, നീ ഒന്നില്ലെങ്കിൽ ഒരു പണ്ഡിതനാകണം, ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ ദീൻ പഠിക്കുന്ന പഠിതാവാകണം, ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ ദീൻ കേൾക്കുന്ന ശ്രോതാവായി മാറണം, ഔ മുഹിബ്ബൻ, ദീനിനെ ഇഷ്ടം വെക്കുന്നതാകുന്ന മുഹിബ്ബായി മാറണം. നമുക്കൊരു ആലിമാകാൻ പറ്റിയോ സഹോദരങ്ങളെ? ആർക്കും പറ്റിയിട്ടില്ല, വളരെ കുറഞ്ഞ ആളുകൾ. നമുക്കൊരു മുതഅല്ലിമാകാൻ പറ്റിയോ? അതിനും സാധിച്ചിട്ടില്ല. നമ്മൾ എവിടെ ഇൽമു പഠിക്കുന്നു? നമ്മൾ ഈ കേൾക്കുന്നതാകുന്ന അറിവ് ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിടുന്നു. ഒരല്പസമയം വന്ന് കേൾക്കുന്നു, അത് തന്നെ പരിപൂർണമായി ശ്രദ്ധ നമുക്ക് കിട്ടുന്നില്ല. നമ്മളൊരു ആലിമാകാൻ പറ്റിയില്ല, യഥാർത്ഥ മുതഅല്ലിമാകാൻ നമുക്കോ നമ്മുടെ മക്കൾക്കോ സാധിച്ചില്ല. നമുക്കൊരു 3 or 4 കാറ്റഗറിയിൽ പെടണം. ഒന്നില്ലെങ്കിൽ മുസ്തമിഅൻ, ദീൻ നല്ലതുപോലെ ശ്രദ്ധിച്ച് കേൾക്കുന്നവനാകണം. അതിന് നമ്മളായില്ല. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു വ്യക്തിയായി മാറിയിട്ടില്ലല്ലോ. ആരായി കേൾക്കുന്നവൻ? പിന്നെന്താ ഉള്ളത്? ഔ മുഹിബ്ബൻ, ദീനിനെ ഇഷ്ടം വെക്കുന്നവനാകണം. അൽഹംദുലില്ലാഹ്, അതിൽ നമ്മൾ ഉൾപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ ഈ സ്ഥാപനത്തെ ഇഷ്ടം വെക്കുന്നവരാണ്, ഇർഷാദി അക്കാദമി. കാരണം എന്തുകൊണ്ട്? വർഷങ്ങളായി ഒരുപാട് പ്രയാസങ്ങളിലൂടെയുള്ള പ്രയാണമാണ് നമ്മുടെ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, പെട്ടെന്ന് ഒരു വെളുത്ത മഴയ്ക്കും കൂടി വന്ന് പ്രസ്ഥാനിച്ച വലിയൊരു പ്രസ്ഥാനമായിരുന്നില്ല, മറിച്ച് അല്പാൽപമായി ഉയർന്നു വരുന്ന പ്രസ്ഥാനമാണ്. അത് ഈ നാട്ടിലേതാകുന്ന ഓരോ ചെറുപ്പക്കാർക്കും, യുവാക്കൾക്കും, യുവതികൾക്കും, ഇവിടെയുള്ള കാരണവന്മാർക്കും, സഹോദര സഹോദരിമാർക്കും, ഇതര സമുദായത്തിലുള്ള ആളുകൾക്ക് വരെ വ്യക്തമായിട്ടറിയാം. ഈ സ്ഥാപനത്തിൽ അത്രയേറെ അടുത്തറിയുന്ന ആളുകളാണ് എന്നേക്കാൾ ഏറെ നിങ്ങൾ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രളയം ബാധിച്ച സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് ഈ സ്ഥാപനത്തിന്റെ അവസ്ഥയും ബുദ്ധിമുട്ടും ഒക്കെ അന്ന് ലിയാഖത്ത് ഉസ്താദ് വന്ന് പറയുകയും നേരിട്ട് കാണുകയൊക്കെ അനുഭവിച്ചറിയുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ വളരെ അടുത്തറിയാം. ഒരുപാട് ആലിമീങ്ങൾ, എല്ലാ സമുന്നതരാകുന്ന ആലിമീങ്ങളുടെയും കാൽവെപ്പ് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സാദാത്യങ്ങൾ, അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ തൽഫലം, നിങ്ങളുടെയൊക്കെ ആകുന്ന സ്നേഹ സമസ്രണമാകുന്ന പെരുമാറ്റത്തിന്റെ തൽഫലം കൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനം അൽഹംദുലില്ലാഹ് ഇന്ന് നിൽക്കുന്നത്. ഒരു നാട്ടിൽ ഒരു ആത്മീയമായ കലാലയമുണ്ടായാൽ ആ നാടിന് ഉയർച്ചയുണ്ടാകും, ആത്മീയമായ വളർച്ചയുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ നിങ്ങൾ, ഇന്ന് കേരളത്തിൽ ആരും ചെയ്യാത്ത ഏറ്റവും വലിയ സുത്യർഹമായ ഒരു സേവനമാണ് 1500 വീടുകളിൽ കിറ്റ് വിതരണം നടത്തി 1500 വീടുകൾ പോയി സന്ദർശിച്ച് നല്ല രീതിയിൽ പ്രവാചക പ്രകീർത്തന സദസ്സ് സംഘടിപ്പിച്ചത് ഇർഷാദി അക്കാദമി. അതിലേറ്റവും വലിയ മാതൃകയാണ്. ഈ വർഷം എന്നല്ല, ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത വളരെ മനോഹരമായ ഒരു പ്രവർത്തനം. ആ ആശയം എവിടെ നിന്ന് ഉദിച്ചു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇതിനൊന്നും വലിയ സാമ്പത്തികം ഉണ്ടായിട്ടല്ല, വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇതിലൊക്കെ. എന്നോട് നേരത്തെ ലിയാഖത്ത് ഉസ്താദ് സൂചിപ്പിക്കേണ്ടായി, നമുക്ക് 1 ഏക്കറോളം ഭൂമി ഇവിടെ എടുക്കാനുണ്ട്. ആ എടുത്തതിന്റെ ബാധ്യത ഇനിയും 12 ലക്ഷം സഹോദരങ്ങളെ കൊടുത്തു തീർന്നിട്ടില്ല. 12 ലക്ഷം ഇനിയും കൊടുക്കാൻ കിടക്കാൻ ബാധ്യതയാണ്. കടബാധ്യതയിലൂടെ പോകുന്നു. കുട്ടികളുടെ ഭക്ഷണത്തിന്റെ ചെലവ് മറ്റൊരു ഭാഗത്ത്, സാധുമാരുടെ കാര്യം മറ്റൊരു ഭാഗത്ത്, ഇങ്ങനെ വലിയ ബാധ്യതയായി മുന്നോട്ട് പോവാൻ. പക്ഷെ നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായ സഹകരണം അൽഹംദുലില്ലാഹ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞ് ദുആ ഇറക്കണമെന്നാണ് ഉസ്താദ് സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ നാട്ടിലുള്ള ഓരോ സഹോദര സഹോദരിമാരും നെഞ്ചിലേറ്റിയ സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൃദയത്തിലേറ്റിയ സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം നമ്മുടെ മക്കൾ, നമ്മളൊക്കെ സുഭിക്ഷമായ ആഹാരം കഴിച്ച് 3 നേരം മൃഷ്ടാന്ന ഭോജനം നടത്തി സുഖലോലുപതയിൽ കടന്നുറങ്ങും. ഈ കുട്ടികൾ അവ്വൽ വഖത്തിൽ തഹജ്ജുദിന് എഴുന്നേൽക്കുന്നു, ഖുർആൻ ഓതുന്നു, നിസ്കരിക്കുന്നു. സുബഹി അവ്വൽ വഖത്തിൽ നമസ്കരിച്ച് ദീനിലേക്ക് മുഴുകുകയാണ്. രാപ്പകൽ അധ്വാനിക്കുന്നു, ഖുർആൻ പഠിക്കുവാനും ദീനിന്റെ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനും. ഇതിനേക്കാൾ ഏറെ സൗഭാഗ്യം എന്താ സഹോദരങ്ങളെ? ജനങ്ങൾ മുഴുവൻ ഇന്ന് വഴിപിഴച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആത്മീയത നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആത്മീയമാക്കപ്പെട്ട ചുറ്റുവട്ടത്തിലേക്ക് പിടിച്ചു നിർത്താൻ ഈ കലാലയം കൊണ്ട് സാധിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ലോകം അടക്കി ഭരിച്ചതാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് അല്ലാഹു 3 കാര്യങ്ങളാണ് വെച്ചത്. ഒന്ന് ഇൽമ്, മറ്റൊന്ന് നിങ്ങൾക്ക് സമ്പാദ്യം തരാം, ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരം തരാം. അദ്ദേഹം ആദ്യം തന്നെ തെരഞ്ഞെടുത്തത് ഇൽമാണ്. ഖുയ്യിറ സുലൈമാനു ബൈനൽ ഇൽമി വൽ മാലി വൽ മുൽക്കി ഫഖ്താറൽ ഇൽമ ഫഅതാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഇൽമ വൽ മാല വൽ മുൽക. സയ്യിദുനാ റസൂലുള്ളാഹി ഇൽമിനെ തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിന് എല്ലാം കൊടുത്തു.
നിങ്ങൾ അതുകൊണ്ട് ഇൽമിനെ തിരഞ്ഞെടുത്തോ. നിങ്ങൾക്ക് അധികാരം വേണോ, അള്ളാഹു നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് സമ്പത്ത് വേണോ, മുണ്ടക്കയത്തുള്ളവരോട് പറയാൻ, നിങ്ങൾക്ക് സമ്പത്ത് അള്ളാഹു തരും. നിങ്ങൾക്ക് നല്ല സ്വാലിഹികളാകുന്ന മക്കളെ വേണോ, അള്ളാഹു നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ഈ ദീനീ സ്ഥാപനത്തെ നിങ്ങൾ നെഞ്ചിലേറ്റിയത് പരിപൂർണമായി നിങ്ങൾ ഏറ്റെടുക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. നമ്മുടെ മുറാദുകളെല്ലാം അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്ററി ഇൻഷാ അല്ലാഹ് ഇവിടെ പ്ലേ ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ 14 കൊല്ലങ്ങളായി ഇർഷാദിയ നമ്മുടെ നാട്ടിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനമാണ്. 14 കൊല്ലത്തെ നമ്മുടെ നാടിന്റെ ചരിത്രമാണ്, ഇർഷാദിയയുടെ ചരിത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മലയോര മേഖലയിലെ സാമൂഹിക സന്തുലിതത്വം നിലനിർത്തി സസ്റ്റൈനബിൾ സൊസൈറ്റിയിലൂടെ മഹത്വമുള്ള സാമൂഹിക അന്തരീക്ഷം നിലനിർത്താനുള്ള ലക്ഷ്യവുമായി 2011 ഇർഷാദിയ പ്രവർത്തനം ആരംഭിച്ചു. ഇർഷാദിയയുടെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം തന്നെ നമ്മുടെ മേഖലകളിൽ സസ്റ്റൈനബിലിറ്റിയുള്ള സൊസൈറ്റിയെ നിലനിർത്തുക എന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് 2011 ഇർഷാദിയ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇർഷാദിയ മലയോര മേഖലയിലെ ജനസംഖ്യയുടെ 66.45% മാത്രമുള്ള ന്യൂനപക്ഷങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങളെ ഭദ്രമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഇർഷാദിയ ഹെൽത്ത് സോൺ 3 പ്രധാനപ്പെട്ട മേഖലകളിലാണ് ആദ്യ ഫേസിൽ ഇർഷാദിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഹെൽത്ത്, അവരുടെ സാമ്പത്തികം, ഈ 3 മേഖലകളിലായി ഇർഷാദിയ കഴിഞ്ഞ 14 വർഷങ്ങളിലായി 500 വീടുകളിൽ സ്ഥിരമായി ഇപ്പോൾ റേഷൻ സംവിധാനം നിലനിർത്തി കൊണ്ടുവരുന്നു. അതുപോലെ 100-ലധികം നിത്യരോഗികൾക്ക് മാസം മരുന്ന് വിതരണത്തിനുള്ള സംവിധാനം ഇപ്പോൾ ഇർഷാദിയ നടപ്പിലാക്കുന്നുണ്ട്. 250 കുടുംബങ്ങൾക്ക് നിരന്തര ശുദ്ധജല വിതരണം ഇർഷാദിയ അക്കാദമി നൽകി വരുന്നു.
12360 കുടുംബങ്ങൾക്ക് ഇർഷാദിയ സ്വാന്തന കിറ്റ് വിതരണം നടത്തി കഴിഞ്ഞു. അതുപോലെ 130 ഇർഷാദിയയുടെ മറ്റൊരു പ്രവർത്തന മേഖലയാണ് ഇർഷാദിയയുടെ ലവ് ഷെൽട്ടർ. 130 വീട് നിർമ്മാണത്തിലെ പങ്കാളിത്തം ഇർഷാദിയ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ നടത്തി കഴിഞ്ഞു. അതോടൊപ്പം സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഓർഫൻ കെയർ ഇർഷാദിയയുടെ കീഴിൽ പല നാടുകളിലായി യതീം മക്കൾ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഓർഫൻ കെയർ എന്ന പേരിൽ ഇർഷാദിയ ആ കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ട്. നാം എല്ലാവരും പകച്ചു നിന്ന കോവിഡ് കാലത്ത് 10 ലക്ഷം റുപ്പികയുടെ സാന്ത്വന പ്രവർത്തനങ്ങളുമായി ഇർഷാദിയ അതിന്റെ പ്രവർത്തന മേഖല കൃത്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി. അതോടൊപ്പം നമ്മളെ എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ച പ്രളയകാലത്ത് അപ്പോഴും ഇർഷാദിയയുടെ അടിയന്തര ഇടപെടൽ മാത്രം 10 ലക്ഷം റുപ്പികയുടെ അടിയന്തര ഇടപെടലിലൂടെ ഇർഷാദിയ പ്രവർത്തനത്തിൽ നിരതമായി. ഇപ്പോൾ ഇർഷാദിയയുടെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് 120-ലധികം വളണ്ടിയേഴ്സ് ഇർഷാദിയയുടെ സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇർഷാദിയയുടെ സ്നേഹസാന്ത്വന പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അതിനെയെല്ലാം ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ 2023 ജാനുവരി 13 സ്വാന്തന ക്ലബ്ബ് എന്ന രൂപത്തിൽ ഇർഷാദിയയുടെ സ്വാന്തന പ്രവർത്തനങ്ങളെ മുഴുവനും ഏകീകരിച്ചുകൊണ്ട് സ്വാന്തന ക്ലബ്ബ് പ്രഖ്യാപിക്കുകയും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും സ്വാന്തന ക്ലബിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇർഷാദിയ യജു സോൺ കഴിഞ്ഞ യജു ഹെൽപ്പ് ക്ലബിന്റെ കീഴിൽ ഇപ്പോൾ തന്നെ 100-ലധികം വിദ്യാഭ്യാസ പ്രചാരണ വാളണ്ടിയേഴ്സ് ഇപ്പോൾ എജു ഹെൽപ്പ് എന്ന ക്ലബിന്റെ കീഴിലായി പല സ്ഥലങ്ങളിൽ എഡ്യൂക്കേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ എഡ്യൂക്കേഷൻ ഹബ്ബ് 3 എഡ്യൂക്കേഷൻ ഹബ്ബ് കഴിഞ്ഞ 14 കൊല്ലങ്ങളിലായി ഇർഷാദിയ മുണ്ടക്കയത്തിന്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം 500 ട്രെയിനിങ് സെഷൻ ഫോർ ടീച്ചേഴ്സ് ആൻഡ് സ്കോളേഴ്സ്, എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, ആധുനികതയിൽ കുട്ടികളോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് തുടങ്ങുന്ന 500 ട്രെയിനിങ് സെഷനുകൾ ഇർഷാദിയ സ്കോളേഴ്സിനും അതേപോലെ ടീച്ചേഴ്സിനും വേണ്ടി നടത്തിക്കഴിഞ്ഞു. അതോടൊപ്പം കഴിഞ്ഞ 14 കൊല്ലങ്ങളിലായി ഈ മുണ്ടക്കയം പ്രദേശത്ത് മാത്രം 10 ലക്ഷം റുപ്പികയിലധികം വരുന്ന പഠനോപകരണ വിതരണം നമ്മുടെ നാട്ടിൽ ഇർഷാദിയ നടത്തിക്കഴിഞ്ഞു. അതോടൊപ്പം ഡയറക്ടർ ഇർഷാദിയയുടെ എക്കണോമിക് സോൺ സമൂഹത്തെ നിർമ്മിക്കുന്നതിൽ വളരെ നിർബന്ധമാണ് സാമ്പത്തികമായ അടിത്തറ. ഡയറക്ടർ ഇർഷാദിയ 75 കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തി കഴിഞ്ഞു. പല നിലക്കും അവരുടെ സാമ്പത്തിക ഭദ്രതയിൽ ഇർഷാദിയ കൃത്യമായി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് 100-ലധികം കുടുംബങ്ങളെ സാമ്പത്തികമായി ഇപ്പോഴും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 14 കൊല്ലമായി ഇർഷാദിയ അതിന്റെ പ്രവർത്തനങ്ങളിൽ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകുന്നു. സ്പിരിച്വൽ മൈൽ സ്റ്റോൺസ് നമ്മുടെ ആത്മീയ വേദികളിൽ കഴിഞ്ഞ 14 കൊല്ലങ്ങളിലായി 1800 വനിതാ പഠന വേദികൾ ഇർഷാദിയ നമ്മുടെ നാടിന് സമ്മാനിച്ചു കഴിഞ്ഞു. 2015 മോറൽ ക്ലബ്ബ് ഇർഷാദിയ നടപ്പിൽ വരുത്തി. 2016 ടീനേജ് ദറസ് ഇർഷാദിയ നടപ്പിൽ വരുത്തി. 2016 മുഹിയുസുന്ന ദറസും ഇർഷാദിയ നടപ്പിൽ വരുത്തി. അതോടൊപ്പം ആത്മീയതയിലേക്ക് സമൂഹത്തെ ചേർത്തു നിർത്തുന്ന ഖാദിരിയ മജ്ലിസ് 120 ഖാദിരിയ മജ്ലിസാണ് ഇർഷാദിയ ഈ നാട്ടിൽ കൊണ്ടുവന്നത്. അതോടൊപ്പം സ്വാന്തന സ്പർശമേകുന്ന 1600 ബദിരിയ പ്രഭാതവേദി
എല്ലാ ആളുകൾക്കും ആത്മീയതയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് 1600 ബദരിയ പ്രഭാത വേദി ഇർഷാദിയ നടത്തി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമൂഹത്തിന്റെ ഭദ്രത ഉറപ്പിക്കുന്ന തരത്തിൽ, സമൂഹത്തിലെ ഛിദ്രതയെ അകറ്റാൻ വേണ്ടി ദ സോഷ്യൽ യൂണിറ്റി വർക്ക്, നമ്മുടെ സമൂഹത്തെ ഒറ്റക്കെട്ടായി കാണുന്ന പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ, സ്നേഹ സൗഹൃദ സംഗമങ്ങളിലൂടെ, സാമൂഹിക ബോധവൽക്കരണ ക്യാമ്പയിനുകളിലൂടെ, വിവിധ മത നേതാക്കളുടെ സ്നേഹവേദികൾ പലപ്പോഴായി സൃഷ്ടിച്ച് ഇർഷാദിയ സ്വാന്തന പ്രവർത്തനങ്ങളിൽ കൃത്യമായ തുല്യമായ പങ്കാളിത്തം എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഴിഞ്ഞ 14 കൊല്ലങ്ങളിലായി ഇർഷാദിയ നമ്മുടെ നാടിന്റെ യൂണിറ്റി, നമ്മുടെ നാടിന്റെ ഒത്തൊരുമ പൂർത്തീകരിക്കാൻ വേണ്ടി ഇർഷാദിയ ഈ 14 കൊല്ലം കൊണ്ട് കൃത്യമായി പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി വരാൻ പോകുന്ന 2025 മുതൽ 2035 വരെയുള്ള സെക്കൻഡ് ഫേസ് കാലഘട്ടം സമൂഹത്തെ പുനരുദ്ധരിക്കുന്നിടത്ത്, സോഷ്യൽ ഡിസൈനിങ് നടത്തുന്നിടത്ത് ഇർഷാദിയ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ 1 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഇർഷാദിയ സ്വാന്തന ക്ലബിന്റെ കീഴിലായി 25 ആംബുലൻസ് യൂണിറ്റുകളോടൊപ്പം 500 മെഡിക്കൽ വോളണ്ടിയേഴ്സിനെ ഉൾക്കൊള്ളുന്ന ഹെൽത്ത് സെക്ടർ ഇൻഷാ അല്ലാഹ് 2035 ഇർഷാദിയ നമ്മുടെ നാടിന് സമ്മാനിക്കും. അതോടൊപ്പം 5000 ആളുകൾക്ക് മെഡികാർഡ്, നിത്യരോഗികളായ 5000 ആളുകൾക്ക് കൃത്യമായി അവർക്ക് കൃത്യമായ മരുന്ന് വാങ്ങാനുള്ള 5000 ആളുകൾക്ക് മെഡികാർഡ് ഇർഷാദിയ രൂപീകരിക്കും. അതോടൊപ്പം നാടിന്റെ വിവിധ ഭാഗങ്ങളിലായി 25 ക്ലിനിക്കൽ സർവീസുകൾ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അതേപോലെ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കൽ സർവീസുകൾ 25 എണ്ണം 2035 ഇർഷാദിയ നമ്മുടെ നാടിന് സമ്മാനിക്കും. അതോടൊപ്പം 25 പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ഇർഷാദിയ നമ്മുടെ നാടിന് വേണ്ടി സമ്മാനിക്കും. അതോടൊപ്പം 10000 റേഷൻ സംവിധാനങ്ങൾ, 10000 ആളുകൾക്ക് ബുദ്ധിമുട്ടുന്ന 10000 ആളുകൾക്ക് കൃത്യമായ റേഷൻ സംവിധാനങ്ങൾ ഇൻഷാ അല്ലാഹ് 2035 പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനത്തിലാണ് ഇർഷാദിയ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇർഷാദിയയുടെ എജു ലാൻഡ്സ്കേപ്പ് എന്ന പേരിൽ ഇർഷാദിയ എജു പോയിന്റ് കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യം നിലനിർത്തി പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന 150 കേന്ദ്രങ്ങൾ 2035 പൂർത്തിയാകുന്നതോടുകൂടി ഇർഷാദിയ ഇൻഷാ അല്ലാഹ് നമ്മുടെ നാടിന്റെ എഡ്യൂക്കേഷൻ മേഖലയിൽ കൃത്യമായ കയ്യൊപ്പ് ചാർത്താൻ പോവുകയാണ്. അതോടൊപ്പം കരിയർ ക്ലബ്ബ് അന്താരാഷ്ട്ര അവസരങ്ങളിലേക്ക്, ഇന്റർനാഷണൽ അവസരങ്ങളിലേക്ക് കുട്ടികളെ പ്രാപ്തമാക്കി കരിയറിനെ ഡിസൈൻ ചെയ്യാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ഇർഷാദിയ മുന്നോട്ട് വെക്കുന്നത്. 25,000 കുട്ടികളുടെ ഭാവിയെ നിർണയിക്കുന്നതിൽ ഇർഷാദിയ എജു ലാൻഡ്സ്കേപ്പ് എന്ന പേര്, ഇർഷാദിയ കരിയർ ക്ലബ്ബ് ഇൻഷാ അല്ലാഹ് 2035 പൂർത്തിയാകുന്നതോടുകൂടി 25,000 കുട്ടികളുടെ ഭാവിയെ നിർണയിക്കുന്നതിൽ ഭാഗമാകും. അതോടൊപ്പം ഇർഷാദിയ ലെഡ് ലിംഗ്വിസ്റ്റിക് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ്, വിവിധ തരം ഭാഷകളെ, ലോകത്തിന്റെ വിവിധ തരം ഭാഷകളെ കൈകാര്യം ചെയ്യുന്നതിന് പുതുതലമുറയെ പ്രാപ്തമാക്കുന്ന തരത്തിൽ ഇൻഷാ അല്ലാഹ് ഇർഷാദിയയുടെ അക്കാദമിക് വിഭാഗം അതിനുവേണ്ടി തയ്യാറായി കഴിഞ്ഞു. അതോടൊപ്പം ഇർഷാദിയ ലൈഫ് ഗേറ്റ്, SSLC, +2, അതേപോലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് തുടങ്ങി മത്സരാധിഷ്ഠിത പരീക്ഷകൾക്ക് വേണ്ടി കുട്ടികളെ രൂപപ്പെടുത്തുന്ന ട്രെയിനിങ് സെന്ററുകൾ ഇർഷാദിയയുടെ കീഴിൽ 2035 പൂർത്തിയാകുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഇർഷാദിയയുടെ കീഴിൽ നമ്മുടെ നാട്ടിൽ നടപ്പിൽ വരുത്താനുള്ള പദ്ധതികളെ ഇർഷാദിയ രൂപീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം മത ഭൗതിക ടെക്നോ സമന്വയ ക്യാമ്പസ് ഇർഷാദിയ എജു ലാൻഡ്സ്കേപ്പിന്റെ കീഴിൽ കൊണ്ടുവരും.
ഇൻഷാ അല്ലാഹ് രണ്ടാമത് മത ഇൻഡസ്ട്രിയൽ സമന്വയ ക്യാമ്പസ്, അതോടൊപ്പം സ്കോളേഴ്സ് ഡെവലപ്മെന്റ് ക്യാമ്പസ് എന്ന 3 ക്യാമ്പസുകൾ ഇൻഷാ അല്ലാഹ് ഇർഷാദിയ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം എജു ഹെൽത്ത്, ഇന്ത്യയിലെ ഉന്നത നിലവാരം പുലർത്തുന്ന ക്യാമ്പസുകളിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട എൻട്രൻസ് മാത്രമല്ല, കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്തുകൊടുത്ത് അവിടെ അതിന് ചുറ്റുഭാഗത്തായി കുട്ടികളുടെ താമസം കൂടി ഏറ്റെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇർഷാദിയ മുന്നിട്ടിറങ്ങുകയാണ്. അതോടൊപ്പം നമ്മുടെ നാട്ടിലെ 50,000 കുട്ടികൾക്ക് പഠന സഹായം നൽകാൻ ഇർഷാദിയ ഇൻഷാ അല്ലാഹ് 2035 നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം എക്കണോമിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാൻ വേണ്ടി 15,000 തൊഴിലുകൾ സൃഷ്ടിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഇർഷാദിയ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം 1000 സംരംഭകരെ വളർത്തിയെടുത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന രൂപത്തിലേക്ക് നാം വളരേണ്ടതുണ്ട്. അതിനുവേണ്ടി 1000 സംരംഭകരെ വളർത്തിയെടുക്കുന്ന സംവിധാനം, അതോടൊപ്പം ബിസിനസ് ഡെവലപ്മെന്റ് സ്കൂള്, നാം ചെയ്യുന്ന ബിസിനസ്സുകൾ എന്തുകൊണ്ട് ഡെവലപ്പ് ആകുന്നില്ല, അതിന് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. അതിനെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റം, അതോടൊപ്പം ഇന്റർനാഷണൽ ബിസിനസ് നെറ്റ്വർക്കിംഗ് ക്രിയേറ്റിംഗ്, നമ്മുടെ ലോകതരത്തിലുള്ള ബിസിനസ്സുകളെ നമ്മുടെ നാട്ടിലേക്ക് ക്ലബ്ബ് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ക്രിയേറ്റിംഗ് സിസ്റ്റം കൂടി ഇർഷാദിയ നമ്മുടെ നാടിനെ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് ഇർഷാദിയ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന 10 കൊല്ലം ഇർഷാദിയ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രാർത്ഥനയും അകമഴിഞ്ഞ സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രൊജക്റ്റുകൾ ഇൻഷാ അല്ലാഹ്, വലിയ പ്രൊജക്റ്റുകളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അതെല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുവാനും അതിനു വേണ്ടുന്നതാകുന്ന സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാനും താല്പര്യപ്പെടുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാം വളരെ വിശാലമായി സൂചിപ്പിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ് 14 വർഷമായി നാടിനെ തിലകച്ചാർത്തായി നിലകൊള്ളുകയാണ്. എല്ലാ അർത്ഥത്തിലും അള്ളാഹു കബൂൽ ചെയ്തതിന് സ്വീകരിക്കുമാറാവട്ടെ. ഇപ്പോൾ നിലകൊള്ളുന്ന ഏറ്റവും വലിയ സാമ്പത്തികമായ ഒരു പ്രയാസമുള്ളത് നിങ്ങളോടൊക്കെ തുറന്നു പറയുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വാങ്ങിയിട്ടുള്ളതാകുന്ന ആ സ്ഥലം ഇൻഷാ അല്ലാഹ് അങ്ങോട്ടേക്ക് നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ ഇനി ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, മാറ്റേണ്ടതായിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതിലിനിയൊരു 12 ലക്ഷം കൂടി നമുക്ക് ബാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് കൊണ്ട് ആ ബാധ്യത തീരണമെന്നാണ് കണക്കാക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളുടെ കൈവശം, എല്ലാവരുടെയും കൈവശം നമ്മുടെ കുട്ടികൾ ഓരോ സ്ലിപ്പ് കൊണ്ടുതരും. അതിൽ നമുക്ക് പറ്റുന്നത് ഇൻഷാ അല്ലാഹ് ഏകദേശം 150 സ്ക്വയർ ഫീറ്റിന് 30,000 രൂപ, അതുപോലെ തന്നെ 100 സ്ക്വയർ ഫീറ്റിന് 20,000 രൂപ, 50 സ്ക്വയർ ഫീറ്റ് 10,000 എന്നിങ്ങനെ കണക്കാക്കിക്കൊണ്ട് എല്ലാവരുടെയും കൈവശം ഒരു സ്ലിപ്പ് കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്നത് ഓരോരുത്തരും അതിൽ ഭാഗവാക്കാകിന്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.